ഹലോ മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാമിനർ ഫാമിലി. അറിയാലോ, അർജുൻ സാറാണേ. നമ്മുടെ USS പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ്. ആ വിഭാഗത്തിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ റീസെൻ്റായിട്ട് നടന്ന, ആനുകാലികമായി നടന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചോദ്യ രൂപത്തിൽ നമുക്ക് വരിക. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും വളരെ റീസെൻ്റായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങാനും ആ ചോദ്യം വന്നാൽ അതിന് ഉത്തരം കിട്ടൂലേ? യെസ്. അപ്പോൾ വളരെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സാറ് ചോദ്യ രൂപത്തിൽ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. സോ മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക. ഓക്കെ, ഞാൻ ഓരോ ചോദ്യവും കാണിക്കും, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ആ ചോദ്യം അവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം വീഡിയോ കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് എഴുതുന്ന സുഖത്തിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാവുന്നതാണ്. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനീവേദ യുദ്ധക്കപ്പൽ 2025 നവംബറിൽ കമ്മീഷൻ ചെയ്തു. പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇൻഡിജിനസ്ലി ബിൽറ്റ് അഡ്വാൻസ്ഡ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷിപ്പ് ബൈ ഇന്ത്യ കമ്മീഷൻഡ് ഇൻ 2025? 4 ഓപ്ഷൻസ് കാണാം. INS വിക്രാന്ത്, INS മാഹി, INS അരിഹന്ത്, INS കൊച്ചി. ഒന്ന് പോസ് ചെയ്യുക, ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചത്, അതായത് നമ്മൾ വേറെ ആരുടെയും സഹായമില്ലാതെ നമ്മൾ തന്നെ, ഇന്ത്യ തന്നെ ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ആൻറ്റി സബ്മറൈൻ വാർഷിപ്പാണ്. നമ്മുടെ കടലിൻ്റെ അടിയിലൂടെ പോകുന്ന മുങ്ങിക്കപ്പലില്ലേ, അന്തർവാഹിനി, അതിനെ തകർക്കാൻ മാത്രം ശേഷിയുള്ള കപ്പൽ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി. അതിൻ്റെ പേരാണ് INS മാഹി. മാഹി അല്ലേ? നമ്മുടെ മാഹി അറിയാലോ, കേരളത്തിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ മാഹി. അപ്പോൾ ആ മാഹിയാണ് ഇതിൻ്റെ പേര്, INS മാഹി എന്നാണ്. INS അരിഹന്ത് ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ച ന്യൂക്ലിയർ സബ്മറൈൻ്റെ പേരാണ് കേട്ടോ. ആണവ അന്തർവാഹിനിയാണ് INS അരിഹന്ത്. INS വിക്രാന്ത് അറിയാലോ അല്ലേ, അതൊരു വിമാനവാഹിനി കപ്പലാണ്. ഓക്കെ, അപ്പം ഈ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ വേണം നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ നഗരം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വേർ ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡ്രോൺ സിറ്റി പ്രൊജക്ട് ബീങ് ഇംപ്ലിമെൻറ്റഡ്? എവിടെയായിരിക്കും? യെസ്, അതിൻ്റെ ഉത്തരമാണ് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ. ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി വരാൻ പോകുന്നത്. അതായത് ഡ്രോണുകൾ അറിയാലോ, നമ്മുടെ പല ആവശ്യങ്ങൾക്ക്, ക്യാമറ മുതൽ യുദ്ധ ആവശ്യങ്ങൾക്ക് വരെ ഡ്രോണുകൾ പറത്തിയിട്ടാണ് ഇന്ന് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറേ ഡ്രോണുകൾ ഉണ്ടാക്കുകയും ആ ഡ്രോണിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഓരോ പുതിയ ഇൻവെൻഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്ഥലം തന്നെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. സ്ഥലം മറക്കരുത്, ആന്ധ്രയിലെ കുർണൂൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം, ഇതിപ്പോൾ അടുത്താണ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലസ് സിറ്റി ഇൻ ദ വേൾഡ്? ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള നഗരം ഏതാണെന്നാണ് ഉത്തരം. ജക്കാർത്ത, ഇന്തോനേഷ്യയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. 4 ഓപ്ഷനിൽ നിന്നും ജക്കാർത്തയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വൺ ദ ഇനോഗ്രൽ ഫിഫ പീസ് പ്രൈസ് അവാർഡ്? ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നേടിയത് ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ലയണൽ മെസ്സി, ഡൊണാൾഡ് ട്രംപ്, നരേന്ദ്രമോദി, ക്രിസ്ത്യാനോ റൊണാൾഡോ. യെസ്, എന്താണ് ഉത്തരം? ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ് ഈ പുരസ്കാരം കിട്ടിയത്. ഇത് ആദ്യത്തെ പുരസ്കാരം. ഇവർ ഇത്തവണ മുതലാണ് ഈ ഒരു അവാർഡ് പുറത്തിറക്കുന്നത്. ആദ്യത്തെ പുരസ്കാരം തന്നെ കിട്ടിയത് ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ നമുക്ക്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹു ഇസ് ദ 53rd ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോടതി? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സൂര്യകാന്ത്. ഇദ്ദേഹം വളരെ റീസെൻ്റ്ലിയാണ് ഈ സ്ഥാനത്തേക്ക് എത്തിയത്. യെസ്, ഉത്തരം ഏതാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. BR ഗവായ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ശേഷം വന്ന ആളാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വിച്ച് കൺട്രി വൺ ദ 2025 വിമൻസ് ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ്? 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാൻഡ്.
യെസ്, ഉത്തരം ഏതാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് കേട്ടോ വനിതാ ODI ലോകകപ്പ് കിരീടം നേടിയത്. ഹോസ്റ്റ് ചെയ്തത് ഈ ടൂർണമെൻറ്റ് ഏത് രാജ്യത്ത് വെച്ചായിരുന്നു നടന്നത്? ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ആരാണ്? രണ്ടാം സ്ഥാനത്തെത്തിയത് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ വനിതാ ടീം ഈ ഒരു ലോകകപ്പ് നയിച്ചത്. ക്ലിയർ ആയില്ല? അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്നും നമ്മൾ 3 ഉത്തരങ്ങൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇതിനേക്കാൾ എളുപ്പമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? വിച്ച് ഇന്ത്യൻ ബാങ്ക് വൺ ദ അവാർഡ്സ് ഫോർ ദി ഇന്ത്യാസ് ബെസ്റ്റ് ബാങ്ക് ആൻഡ് ദി വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക്? നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. കുറേ പേരുകൾ കാണാം. HDFC ബാങ്ക് ഉണ്ടാവും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണാം, ICICI ബാങ്കും കാനറ ബാങ്കും. ഒന്ന് പോസ് ചെയ്ത് ഉത്തരം പറഞ്ഞു നോക്കൂ, ഏതായിരിക്കും? യെസ്, എല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ലോകത്തിലെ മികച്ച കൺസ്യൂമർ ബാങ്കിനുള്ള പുരസ്കാരം നേടിയത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മികച്ച ബാങ്കിനുള്ള പുരസ്കാരവും നേടിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുമല്ലേ? യെസ്, കൺഗ്രാജുലേഷൻസ്. ഉത്തരമൊക്കെ കറക്റ്റായിട്ട് പറയുന്ന ആൾക്കാർക്കൊക്കെ കൺഗ്രാജുലേഷൻസ്. വേർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് സിൽക്ക് മ്യൂസിയം എസ്റ്റാബ്ലിഷ്? ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? സിൽക്ക് മ്യൂസിയം, പട്ടിനെ കുറിച്ചുള്ള, പട്ടുമായി ബന്ധപ്പെട്ട ഒരു സിൽക്ക് മ്യൂസിയം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതെവിടെയാണ്? 4 ഓപ്ഷൻ കാണാം. ഒന്ന് കാഞ്ചീപുരം തമിഴ്നാട്, മൈസൂർ കർണാടക, വാരാണസി ഉത്തർപ്രദേശ്, ഭഗൽപൂർ ബീഹാർ. കുറേ പേര് കൺഫ്യൂസ്ഡ് ആവും. എന്നാലും ഒന്ന് പോസ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞു നോക്കൂ. ഉത്തരം മൈസൂരാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടക സംസ്ഥാനത്തെ വളരെ ക്ലോസ് ആയിട്ടുള്ള മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം, പട്ട് മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? വിച്ച് സെൻട്രൽ ഗവൺമെൻറ് സ്കീം എയിംസ് ടു പ്രൊമോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് പ്രൈവറ്റ് വെഹിക്കിൾസ്? ഒന്ന് മേക്ക് ഇൻ ഇന്ത്യ, 2 PM ഘടിശക്തി, ഓപ്ഷൻ സി ഭാരത് മാല, ഓപ്ഷൻ ഡി ഭാരത് ടാക്സി. ഏതായിരിക്കും? പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം കത്തിയല്ലോ. ഉത്തരം ഭാരത് ടാക്സിയാണ് കേട്ടോ. ഭാരത് ടാക്സിയാണ്. ഇത് പ്രകാരം ഒരു കോപ്പറേറ്റീവ് രീതിയിലാണ്, ഒരു സഹകരണ രീതിയിലാണ് ഈ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഓൺലൈൻ ടാക്സികൾക്ക് ഒരുപാട് കാശ് ചാർജ് ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു കുറവ് വരുത്തുക എന്ന ഉദ്ദേശം കൂടെ ഭാരത് ടാക്സി പദ്ധതിക്ക് ഉണ്ട്. അടുത്ത ചോദ്യം നോക്കിയാലോ. 2025 ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് ആരാണ്? ഏത് ചുണ്ടനാണ്? ഹൂ വാൺ ദ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഹെൽഡ് അറ്റ് ദി പുന്നമട ലേക്ക് ആലപ്പുഴ ഇൻ 2025? ഒന്ന് പോസായിട്ട് ഉത്തരം പറഞ്ഞു നോക്കൂ. ചമ്പക്കുളം ചുണ്ടനുണ്ട്, കാരിച്ചാൽ ചുണ്ടനുണ്ട്, വൈപ്പിൻ ചുണ്ടനുണ്ട്, വിയ്യപുരം ചുണ്ടനുണ്ട്. യെസ്, ഉത്തരം ഏതാണ്? വിയ്യപുരം ചുണ്ടനാണ് കേട്ടോ. വിയ്യപുരം ചുണ്ടനാണ്. അപ്പോൾ നോക്കൂ, എവിടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? പുന്നമടക്കായൽ. പുന്നമടക്കായൽ ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിൽ. പുന്നമടക്കായൽ ആലപ്പുഴ ജില്ലയിലാണ്. 2025 നെഹ്റു ട്രോഫി വിജയിച്ചത് വിയ്യപുരം ചുണ്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കൂ. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോചിപ്പ് ഏതാണ്? വിച്ച് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് മൈക്രോചിപ്പ്? ആര്യഭട്ട 32, ശക്തി 32, വിക്രം 32, പരം 32. യെസ്, ഉത്തരം ഏതാണ്? വിക്രം 32 കേട്ടോ. ഇന്ത്യ സ്വന്തമായിട്ട് ആരുടെയും സഹായമൊന്നുമില്ലാതെ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു മൈക്രോ ചിപ്പാണ് അല്ലേ വിക്രം എന്ന് പറയുമ്പോൾ. നിങ്ങളിവിടെ റാം കണ്ടോ? റാം 332 ചിപ്പിൻ്റെ കാര്യം ഓർത്താൽ കേട്ടോ. റാം എന്നല്ലേ നമ്മൾ പറയുക അതിൻ്റെ പ്രോസസ്സറിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ. യെസ്, അപ്പോൾ റാം 32, വിക്രം 32 ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ ചിപ്പ്. ഓക്കെ, അപ്പം ഉത്തരങ്ങളൊക്കെ കിട്ടിയല്ലോ. ഇത് നമ്മൾ അവസാന നിമിഷം ഈ ഒരു സമയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങാനും ചോദ്യം വന്നാൽ അതിന് മാർക്ക് കിട്ടൂലേ? അതൊരു നല്ല കാര്യമല്ലേ? യെസ്, അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്താൻ നോക്കുക. ഈ ചാനലിൽ തന്നെ മുൻപും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ കൂടെ കാണുക. ഓക്കെ, അപ്പം USS പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരുകയാണ്. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.